മാക്സിമം കുറച്ച് കൊടുക്കാം. ഓഫർ പ്രൈസ് ആണ്. ഓഫർ പ്രൈസ് ആണ്. ഏതാ മോഡൽ വരുന്നത്? 2018-19 രജിസ്ട്രേഷൻ. ഹലോ ഫ്രണ്ട്സ്, മുക്താറാണ്. അപ്പൊ ഈ പ്രാവശ്യത്തെ ഓണത്തിന്റെ ഓഫർ അല്ലേ വേണ്ടത്? ഇതാ നിങ്ങൾക്ക് ഒരു ആൾട്ടോ തരാൻ പോവാണ്. ലാസ്റ്റ് ഫൈനൽ എത്ര പറഞ്ഞത്? 60 രൂപ അല്ല, 58 രൂപയ്ക്ക്. അതേപോലെ തന്നെ 2010 ആൾട്ടോ വരുന്നുണ്ട്. 95 രൂപ മൂപ്പര് പറഞ്ഞത്. അതൊന്നും നോക്കണ്ട, അതൊന്നും കുറച്ച് കൊടുക്കൂല നമ്മള്. ചെറിയ 95 രൂപ ചെറിയ കുറയ്ക്കാം. ഓക്കെ. ഇനി അതേപോലെ തന്നെ നമ്മൾ ഓഫർ നോക്കുകയാണെങ്കിൽ 2015 മാഗ്ന പ്ലസ് ഇയോൺ ഫുൾ ഓപ്ഷൻ 1,80,000 രൂപയ്ക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ എ സ്റ്റാർ ഒക്കെ നോക്കുകയാണെങ്കിൽ 2010 മോഡൽ എ സ്റ്റാർ എത്ര റേറ്റ് പറഞ്ഞു? 10 മോഡൽ നമുക്ക് 1,20 കൊടുക്കാം. 1,20. അതുപോലെ തന്നെ ഒരു എ സ്റ്റാർ വരുന്നുണ്ട് ലാസ്റ്റ് 1,5. അതേപോലെ തന്നെ ഒരു ഇയോൺ വരുന്നുണ്ട് 2014 മോഡല്. 2014 മോഡൽ ഇയോൺ മൂപ്പര് പറയുന്നത് എത്ര? 1,60,000. 15-16 രജിസ്ട്രേഷൻ വരുന്ന ആൾട്ടോ 800 വരുന്നുണ്ട് 1,95. കുഴപ്പമില്ലല്ലോ, ഒരു കുഴപ്പമില്ലാത്തൊരു നോർമൽ ഓഫറാണ് അല്ലേ വൈജുക? ഒരു ഓണം സ്പെഷ്യൽ പ്രൈസ് മാക്സിമം കുറച്ചിട്ടുള്ള ഒരു ഓഫറാണ് വരുന്നത്. നമ്മളെ കറക്റ്റ് സ്പോട്ട് എവിടെ വരുന്നത്? ഇത് കരിപ്പൂര് കുമ്മണിപ്പറമ്പ് നയറ പെട്രോൾ പമ്പിന്റെ ഓപ്പോസിറ്റ്. അതായത് കോഴിക്കോട് കരിപ്പൂര്. കോഴിക്കോട് എന്ന് പറയുമ്പോൾ മലപ്പുറക്കാർ വന്നിട്ട് ഇന്നപ്പോൾ പൊങ്കാലിടും. എന്തായാലും കോഴിക്കോട് മലപ്പുറം കരിപ്പൂരിന്റെ അവിടെ കുമ്മിണിപ്പറമ്പ് നയറ പെട്രോൾ പമ്പിന്റെ നേരെ ഓപ്പോസിറ്റ് കാർ 1 യൂസ്ഡ് കാറിലാണ് ഉള്ളത്. അപ്പോൾ എന്തായാലും അടിയിൽ ബൈജുകാരൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വിളിച്ചോളി. പിന്നെ എല്ലാ വീഡിയോയിലും എല്ലാവരോടും പറയുന്ന ഒരൊറ്റ കാര്യമാണ്, എവിടുന്ന് വണ്ടി എടുക്കുകയാണെങ്കിൽ അല്ലേ ബൈജുക പൂർണ്ണമായും ചെക്ക് ചെയ്യുക. അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. വണ്ടി എടുത്തു കഴിഞ്ഞിട്ട് മുത്താർക്ക അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ നിങ്ങൾ ഓരോ ജില്ലക്കാരെ പവർ എന്താണെന്നൊന്ന് കാണിക്കണം കമൻറ്റ് ബോക്സിൽ. ഒരുപാട് ആൾക്കാരെ, കാരണം നിങ്ങളൊക്കെ എവിടുന്നൊക്കെയാണ് കാണുന്നത്, വീഡിയോ കാണുന്നതെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. അപ്പോൾ ആ ഒരു പവർ നിങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കാണിക്കും. നമ്മൾ ഓഫർ കഴിഞ്ഞിട്ടില്ല, ഇവിടുത്തെ ഓഫർ മാത്രമല്ല, ഉള്ളിൽ വേറെ ഓഫർ ഉണ്ട്. നേരെ അങ്ങോട്ട് പോവാം. ജിക, നമുക്ക് ഫസ്റ്റ് തന്നെ ഈ ഒരു ആൾട്ടോ നാട് തുടങ്ങാം. ഇതേതാ മോഡൽ വരുന്നത്? 2005 LX. ഓൺഷിപ്പ് കിലോമീറ്റർ അങ്ങനെയൊക്കെ? ഓണർഷിപ്പ് തേർഡ്. വർക്കിംഗ് കണ്ടീഷൻ ഒക്കെ നല്ല വണ്ടി. 1.5 വർഷം കൂടി പേപ്പർ വരുന്നുണ്ട്. ഒരു ഏവറേജ് ടയർ, ഫ്രണ്ട് ടയർ ഒക്കെ എന്തായാലും ഒരു മാറ്റം വരുത്തണല്ലേ? എന്തായാലും ലാസ്റ്റ് ഒരു ഫൈനൽ പ്രൈസ് നിങ്ങൾ പറയും. ഒരു 60 രൂപ ഫൈനൽ കൊടുക്കും. 60 നിങ്ങൾ പറഞ്ഞ പ്രൈസ്. നമുക്കുള്ള ലാസ്റ്റ് പ്രൈസ് ഫൈനൽ റേറ്റ് 5 രൂപ കുറയില്ലേ? എന്താണ് 55 ഫൈനൽ ആക്കാം. ഒരു 58 കൊടുക്കാം. 58 ഫൈനൽ ആക്കാം. ഓക്കെ. ഞാൻ അതേപോലെ തന്നെ ഈ ഒരു ആൾട്ടോ ഏതാ മോഡൽ വരുന്നത്? 2010 LXi. ഓണർഷിപ്പ് സെക്കൻഡ്. കിലോമീറ്റർ 1.15. റീപ്ലേസ്മെന്റ് എന്താണോ? ഇല്ല. പ്രൈസ് ആണ് വരുന്നത്? പ്രൈസ് നമുക്ക് 95 രൂപ കൊടുക്കാം. 95 രൂപ. 2010 LXi 95 രൂപയ്ക്ക്. ഇനി അതേപോലെ തന്നെ നമുക്ക് ഇയോണിലേക്ക് നോക്കാം. ഇയോൺ ഏതാ മോഡൽ വരുന്നത്? ഇത് 2015 മോഡൽ. 2015 മോഡൽ മാഗ്ന പ്ലസ് ഫുൾ ഓപ്ഷൻ ആണ് വരുന്നത്. ഓണർഷിപ്പ് വരുന്നത്? ഓണർഷിപ്പ് സെക്കൻഡ്. കിലോമീറ്റർ 76. റീപ്ലേസ്മെന്റ് എന്താണോ? ഒന്നുമില്ല. പ്രൈസ് ആണ് വരുന്നത്? പ്രൈസ് നമുക്ക് 1.80 ഫൈനൽ കൊടുക്കാം. 1.80. 2015 ഫുൾ ഓപ്ഷന് 1.80 കൊടുക്കാം അല്ലേ? 2 എ സ്റ്റാർ വരുന്നുണ്ട്. എ സ്റ്റാർ എങ്ങനെയാണ് ഡീറ്റെയിൽസ്? 2010 LXi. ഓണർഷിപ്പ് സെക്കൻഡ്. കിലോമീറ്റർ 1.2. റീപ്ലേസ്മെന്റ് എന്താണോ? ഒന്നുമില്ല. പ്രൈസ് ആണ് വരുന്നത്? സോറി, കിലോമീറ്റർ 84. പ്രൈസ് ആണ് വരുന്നത്? പ്രൈസ് നമുക്ക് 1.20 കൊടുക്കാം. 1.20 അല്ലേ? ഈ ഒരു എ സ്റ്റാർ VXi 2009. പുതിയ പേപ്പറിൽ നമുക്കൊരു 1.5 ഫൈനൽ കൊടുക്കാം. 1.5. 2009 പുതിയ പേപ്പറിൽ 1.5 ലാസ്റ്റ് ഫൈനൽ ആയിട്ട് കൊടുക്കാം. ഓണർഷിപ്പ് സിംഗിൾ. കിലോമീറ്റർ 1.40. റീപ്ലേസ്മെന്റ് എന്താണോ? റീപ്ലേസ് ഒന്നുമില്ല അല്ലേ? ഓക്കെ. ഞാൻ അതേപോലെ തന്നെ ഈ ഒരു ഇയോൺ ഏതാ മോഡൽ വരുന്നത്? ഇത് 2014 ഓണർഷിപ്പ് സെക്കൻഡ്. കിലോമീറ്റർ 72. റീപ്ലേസ്മെന്റ് എന്താണോ? ഒന്നുമില്ല. പ്രൈസ് ആണ് വരുന്നത്? പ്രൈസ് നമുക്കൊരു 1.60 കൊടുക്കാം. 1.60 കുറയോ? മാക്സിമം. ഓക്കെ. ഞാൻ അതേപോലെ തന്നെ ഈ ഒരു 800 ഏതാ മോഡൽ വരുന്നത്? 2015 LXi. 2015 LXi. 16 രജിസ്ട്രേഷൻ. ഓണർഷിപ്പ് സെക്കൻഡ്. കിലോമീറ്റർ 1,00,000 അടുത്തായിട്ടുണ്ടാവും. 1,00,000 അടുത്ത്. റീപ്ലേസ്മെന്റ് എന്താണോ? ഒന്നുമില്ല. പ്രൈസ് ആണ് വരുന്നത്? ഇത് നമുക്കൊരു 1.95 കൊടുക്കാം. 1.95. എത്ര ലോൺ കയറും? ഇത് ഒരു മാക്സിമം കയറി കൊടുക്കാം. മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം അല്ലേ? ഈ ഒരു ഇയോൺ ഏതാ മോഡൽ വരുന്നത്? ഇത് 2018 മോഡൽ ഇറ പ്ലസ്. 2018 ഇറ പ്ലസ് സെക്കൻഡ് ഓണർ വണ്ടി. കിലോമീറ്റർ 40. റീപ്ലേസ്മെന്റ് എന്താണോ? ഒന്നുമില്ല. പ്രൈസ് ആണ് വരുന്നത്? ഇത് നമുക്കൊരു 2.60 കൊടുക്കാം. 2,60,000. ഇനി എന്തും പറയാണ്ടോ? ചെറിയ തോതിൽ നിങ്ങൾ പറഞ്ഞാലേ എന്നോടല്ലേ പറയുന്നത്. എന്നോട് പറഞ്ഞാൽ ആരും കേൾക്കൂല. 5 രൂപ കുറച്ച് കൊടുക്കാം. എത്ര ലോൺ കയറും? ഏകദേശം 2.5 വരെ ലോൺ കയറും. ഓക്കെ. അതേപോലെ തന്നെ ഈ ഒരു ഹോണ്ട അമേസോ ഇത് നമുക്ക് മാക്സിമം കുറച്ച് കൊടുക്കാം. ഓഫർ പ്രൈസ് ആണ്.
ഓഫർ പ്രൈസ് ആണ്. ഏതാ മോഡൽ വരുന്നത്? 2018 19 രജിസ്ട്രേഷൻ. 19 രജിസ്ട്രേഷൻ. 18 19. ഡീസൽ ആണോ പെട്രോൾ ആണോ? ഡീസൽ സെക്കൻഡ് ഓപ്ഷൻ ഉണ്ട്. കിലോമീറ്ററോ? കിലോമീറ്റർ ഒന്നിന്റെ മുകളിലുണ്ട്. ഒന്നിന്റെ മുകളിലുണ്ട്. ഓക്കെ. റീപ്ലേസ്മെന്റ് എന്താണോ? റീപ്ലേസ്മെന്റ് ഉണ്ട്. രണ്ട് ഡോർ ഉണ്ട്. 2 ഡോർ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനനുസരിച്ചുള്ള ഓഫർ എന്തായാലും ഉണ്ടാവും. ഓക്കെ. പ്രൈസ് ഇത് ഫുൾ ഓണിൽ കൊടുക്കാം. ഫുൾ ഓൺലൈൻ ചെയ്ത് കൊടുക്കാം. എത്ര പ്രൈസ് വരുന്നത്? പ്രൈസ് നമുക്കൊരു 6.10 കൊടുക്കാം. 6.10. അപ്പൊ 10 ആണ് ഒഴിവാക്കിയാലോ? വന്നോട്ടെ കൊടുക്കാം. 6 ലക്ഷം രൂപ മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. മാക്സിമം ഫുൾ തന്നെ കൊടുക്കാം. ഫുൾ തന്നെ ലോൺ കൊടുക്കാം. ഞാൻ അവിടെ തുടക്കത്തിൽ സ്വിഫ്റ്റ് കണ്ടിട്ടുണ്ട്. നമ്മൾ പെട്ടെന്ന് തന്നെ ഓഫർ വീഡിയോ നോക്കി ഇങ്ങനെ പോകുന്നതാണ്. നമ്മൾ സ്വിഫ്റ്റിലേക്ക് പോയാലോ? അതിന്റെ മുന്നേ ഈ ഒരു ഐറ്റനോ? ഐറ്റൻ ഏതാ മുകളിൽ വരുന്നത്? അത് 2010 ആണ്. 2010. ഓണർഷിപ്പോ? ഓണർഷിപ്പ് സെക്കൻഡ്. കിലോമീറ്റർ? കിലോമീറ്റർ 1.94. 1.94. റീപ്ലേസ് 94,000. റീപ്ലേസ്മെന്റ് എന്താണോ? ഇല്ല. ഒന്നുമില്ല. പ്രൈസ് ആണ് വരുന്നത്? പ്രൈസ് 1.75. 1,75,000. ഓക്കെ. ഈ നിസാൻ മൈക്രേ കൊടുത്തതാണ്. ഓക്കെ. ഈ ഒരു സ്വിഫ്റ്റോ? സ്വിഫ്റ്റ് 2013 വീഡിയോ. 2013 ഡീസൽ ആണ് വരുന്നത്. ഓണർഷിപ്പ് സെക്കൻഡ്. കിലോമീറ്റർ? കിലോമീറ്റർ 1.5. 1.5. റീപ്ലേസ്മെന്റ് എന്താണോ? ഇല്ല. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. പ്രൈസ് നമുക്ക് 3.25 ചോദിക്കുന്നുണ്ട്. 3.25. 13 3.25 അല്ലേ? ഇനി എന്താ കുറയോ? ഇത് പാർക്കർ സെയിലാണ്, നമ്മളല്ല. അതിനനുസരിച്ചുള്ള പ്രൈസിൽ എന്തായാലും ഒരു മാറ്റം വരും. ചെറിയൊരു മാറ്റം. ഓക്കെ. ഈ ഒരു സ്വിഫ്റ്റോ? അത് 2009 വീഡിയോ. 2009 വീഡിയോ. പുതിയ പേപ്പർ എടുത്താണോ? പുതിയ പേപ്പർ എടുത്തിട്ട് നമുക്കൊരു 2.10 ചോദിക്കുന്നത്. 2 രൂപയ്ക്ക് ഫൈനൽ. 2 രൂപ ഫൈനലായിട്ട് കൊടുക്കാം. പുതിയ പേപ്പർ എടുത്ത സ്വിഫ്റ്റ് 2 രൂപ ഫൈനലായിട്ട് കൊടുക്കാം. ഡീസൽ അല്ലേ വരുന്നത്? ഓക്കെ. നമുക്ക് ബാക്കിലുള്ള കൊടുക്കാനുള്ളതാണോ? അല്ല, അത് സോൾഡ് ആണ്. അത് സോൾഡാ അല്ലേ? ഓക്കെ. നമുക്കിന്ന് ഷോറൂമിലേക്ക് പോവാം. ഈ ഡാൻസൻ ഗോ ഏതാ മോഡൽ വരുന്നത്? 2016. ഓണർഷിപ്പോ? ഓണർഷിപ്പ് സെക്കൻഡ്. കിലോമീറ്റർ? കിലോമീറ്റർ 35,000. 35,000 കിലോമീറ്റർ ഓടിച്ചിട്ടുള്ളൂ. 2016. റീപ്ലേസ്മെന്റ് എന്താണോ? ഇല്ല. പ്രൈസ് ആണ് വരുന്നത്? പ്രൈസ് 1.10. 2.10. 1.90 ആക്കാൻ പറ്റുമോ? അത് പാർട്ടി വണ്ടി, നമ്മളതല്ല. നിങ്ങളെ വണ്ടിയല്ല. ഓക്കെ. ഫിയറ്റ് പോണ്ടോ? 2012. ഇമോഷൻ. ഓണർഷിപ്പ് വരുന്നത്? ഇത് സെക്കൻഡ് തന്നെ. കിലോമീറ്ററോ? കിലോമീറ്റർ 90. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഇല്ല. നല്ല വണ്ടി. പ്രൈസ് ആണ് വരുന്നത്? പ്രൈസ് 1.40. 1.40. ഓക്കെ. ഞാൻ അതേപോലെ തന്നെ i20 ഇതേതാ മോഡൽ വരുന്നത്? ഇത് 2011 മോഡൽ. 2011. ഡീസലോ പെട്രോളോ? ഡീസൽ. ഓണർഷിപ്പ്? ഓണർഷിപ്പ് തേർഡ്. എത്ര? തേർഡ്. കിലോമീറ്ററോ? കിലോമീറ്റർ 1.15. 1.15. റീപ്ലേസ്മെന്റ് എന്താണോ? ഒന്നുമില്ല. പ്രൈസ് ആണ് വരുന്നത്? 2.10. അതേപോലെ തന്നെ എത്തിയോസ് ഏതാ മോഡൽ വരുന്നത്? എത്തിയോസ് നമുക്ക് മാക്സിമം കുറച്ച് കൊടുക്കാം. മാക്സിമം കുറച്ച് കൊടുക്കണം. 2015 GDSP. റിയാണോ കേരളാണോ? റിയാണ് വരുന്നത്. ഓണർഷിപ്പ് സെക്കൻഡ്. കിലോമീറ്റർ? കിലോമീറ്റർ 1.40. 1.40. റീപ്ലേസ്മെന്റ് ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഇല്ല. ഒന്നുമില്ല. പ്രൈസ് ആണ് വരുന്നത്? പ്രൈസ് നമുക്ക് 4.10 ഫൈനൽ കൊടുക്കാം. 4.10. 2015 മോഡൽ. 2015 മോഡൽ 4.10 കൊടുക്കാം. ഓക്കെ. ഈ ഒരു റിഡ്സ് 2013 വീഡിയോ. 2013 ഡീസൽ ആണ് വരുന്നത്. ഓണർഷിപ്പ് സെക്കൻഡ്. കിലോമീറ്റർ? കിലോമീറ്റർ 1.6. റീപ്ലേസ്മെന്റ് എന്താണോ? റീപ്ലേസ്മെന്റ് ഇല്ല. ഒന്നുമില്ല. ഒരു ആവറേജ് ടയർ അല്ലേ? ഫ്രണ്ട് ടയർ എന്തായാലും അലൈവിലൊക്കെ എക്സ്ട്രാ ഉണ്ട്. ഓക്കെ. പ്രൈസ് ആണ് വരുന്നത്? 3.4 അല്ലേ? ഓക്കെ. നെക്സ്റ്റ് വരുന്നത് സ്വിഫ്റ്റ് ഏതാ മോഡൽ വരുന്നത്? 2017 VXI. 2017 പെട്രോൾ. VXI. ഓണർഷിപ്പ് സെക്കൻഡ്. കിലോമീറ്റർ? കിലോമീറ്റർ 75. റീപ്ലേസ്മെന്റ് എന്താണോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. പ്രൈസ് ആണ് വരുന്നത്? ഇത് നമുക്ക് 4 കൊടുക്കാം. 4 ലക്ഷം രൂപ അല്ലേ? 2017 മോഡൽ. ഓക്കെ. നെക്സ്റ്റ് വരുന്നത് എക്സെന്റ് ഏതാ മോഡൽ വരുന്നത്? 2014 ഫുൾ ഓപ്ഷൻ. 2014 ഫുൾ ഓപ്ഷൻ. ഓണർഷിപ്പ് സെക്കൻഡ് തന്നെ. കിലോമീറ്റർ? കിലോമീറ്റർ 85. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഇല്ല. പ്രൈസ് ആണ് വരുന്നത്? പ്രൈസ് നമുക്ക് 3.4 കൊടുക്കല്ലേ? ഓക്കെ. ഈ ഒരു ഡസ്റ്ററോ? 2014-15 രജിസ്ട്രേഷൻ. 14-15 രജിസ്ട്രേഷൻ. ഓണർഷിപ്പോ? ഇത് സിംഗിൾ ഓണർ. കിലോമീറ്റർ? കിലോമീറ്റർ 80. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒന്നുമില്ല. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. പ്രൈസ് ആണ് വരുന്നത്? ഇത് നമുക്ക് ഓഫറിൽ നമുക്കൊരു 3.65 കൊടുക്കാം. 3,65,000 കൊടുക്കാം. 2014-15 രജിസ്ട്രേഷൻ ഡസ്റ്റർ വരുന്നത് 3,65,000. കേൽപ്പാന്ന് കോഴിക്കോട് രജിസ്ട്രേഷൻ ആണ് വരുന്നത്. ഓക്കെ. മാക്സിമം ലോൺ ചെയ്തെടുത്തൂടെ? മാക്സിമം. ഓക്കെ. ഈ ഒരു വാഗ്നറോ? ഓട്ടോമാറ്റിക് 2015 VXI. 2015 VXI ഓട്ടോമാറ്റിക്. 2018 AMD ഗിയർ ബോക്സ്. ഓണർഷിപ്പ് സെക്കൻഡ്. കിലോമീറ്ററോ? കിലോമീറ്റർ 1.10 ഉണ്ടാവും. 1.10. റീപ്ലേസ്മെന്റ് എന്താണോ? ഡോർ റീപ്ലേസ്മെന്റ്. ഡോർ മാത്രം റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. പ്രൈസ് ആണ് വരുന്നത്? പ്രൈസ് ഓഫറിൽ കൊടുക്കാം. നമുക്ക് 3.4 കൊടുക്കാം.
4 രൂപയ്ക്ക് 2012 ഓട്ടോമാറ്റിക് 4 രൂപയ്ക്ക് കൊടുക്കുക. ഈ ഒരു വാഗണർ ഏതാ നമ്മൾ വരുന്നത്? ഇത് 2018 തന്നെ. ആ ഓട്ടോമാറ്റിക് തന്നെ. ഓട്ടോമാറ്റിക് തന്നെ. ഓൺഷിപ്പോ? ഓണർഷിപ്പ് സെക്കൻഡ് തന്നെ. കിലോമീറ്ററോ? കിലോമീറ്റർ 80. എത്ര? 82,000. 82,000. റീപ്ലേസ്മെന്റ് ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഉണ്ട്. ബോണറ്റും ഗ്ലാസും റീപ്ലേസ്മെന്റ്. ബോണറ്റും ഗ്ലാസും അപ്രോണും കാര്യങ്ങളും എന്തെങ്കിലും ഒന്നും ആയിട്ടില്ല. പ്രൈസ് വരുന്നത് ഇത് 4.25 വെക്കുന്നുണ്ട്. ആ എന്തെങ്കിലും കുറച്ച് പാർട്ടി വണ്ടിയാണ്, നമ്മളതല്ല. പാർട്ടി വണ്ടിയാണ്. ഓക്കെ. കാരണം 2012 2 വണ്ടിയാട്ടോ ഉള്ളത്. ഒരു 75,000 രൂപേന്റെ മാറ്റം തന്നെ അവിടെ വന്നു. ഓക്കെ. ഞാൻ അതേപോലെ തന്നെ നിസാം നമുക്ക് ഓഫറിൽ കൊടുക്കാം. 2015 മോഡല്. 2015 മോഡല് XV സിംഗിൾ ഓണർ വണ്ടി. കിലോമീറ്ററോ? പെട്രോൾ വണ്ടി. കിലോമീറ്റർ 84. റിപ്പീസുണ്ടോ? ഒന്നുമില്ല. പ്രൈസ് ആണ് വരുന്നത്? പ്രൈസ് നമുക്ക് 2.5 കൊടുക്കാം. 2.5 ലക്ഷം രൂപ കൊടുക്കാം. ഓക്കെ. ഈ ഒരു 800? ഇത് 2015 LXi. 2015 LXi. ഓൺഷിപ്പ്? ഓൺഷിപ്പ് തേർഡ്. കിലോമീറ്ററോ? കിലോമീറ്റർ 72,000. 72,000. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഇല്ല. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. പ്രൈസ് ആണ് വരുന്നത്? 2.10. 2015 2.10. ജാസോ? ജാസ് സോൾഡ് ആണ്. ഓക്കെ. ഈ ഒരു ക്രെറ്റ 2016 ഡീസൽ ആണ് വരുന്നത്. 2016. ഓൺഷിപ്പ് സെക്കൻഡ് തന്നെ. കിലോമീറ്ററോ? കിലോമീറ്റർ 1.4 ആ റേഞ്ചിലൊക്കെ. ഓക്കെ. ഏത് ഓപ്ഷൻ വരുന്നത്? ഇത് SX-ന്റെ നേരെ താഴെ. ഓക്കെ. അതായത് ഫുൾ ഓപ്ഷന്റെ തൊട്ടതാ. ഓക്കെ. സൺറൂഫ് വരാത്ത ടൈപ്പ്. ഓക്കെ. പ്രൈസ് ആണ് വരുന്നത്? ഇത് 6 ലക്ഷം. 6.5 ലക്ഷം രൂപ. 2016. ഇനി എന്തും കുറയോ? അത് നല്ല മാന്യമുള്ള റേറ്റ് ആണ്. 6.5. ഓക്കെ. എന്നാലും മാക്സിമം ചെയ്ത് കൊടുക്കും. ഓക്കെ. ഇനി നെക്സ്റ്റ് വരുന്നത് എർട്ടിഗ ഏതാ മോഡൽ വരുന്നത്? 2015 VDI. 2015 ഡീസൽ. ഓണർഷിപ്പ് സിംഗിൾ. കിലോമീറ്ററോ? കിലോമീറ്റർ 130. 130. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഇല്ല. ഒന്നുമില്ല. പ്രൈസ് ആണ് വരുന്നത്? ഇത് നമുക്ക് 5.10 കൊടുക്കാം. 5.10 ലാസ്റ്റ് ഫൈനൽ ആയിട്ട് ഫുൾ ലോണും കൊടുക്കാം. ഫുൾ ലോണും ചെയ്ത് കൊടുക്കാം. ഓക്കെ. ഇനി നെക്സ്റ്റ് വരുന്നത് i20 ഏതാ മോഡൽ വരുന്നത്? 2014. ഓൺഷിപ്പോ? ഓണർഷിപ്പ് തേർഡ്. ഡീസൽ ആണ് വരുന്നത്. കിലോമീറ്ററോ? കിലോമീറ്റർ 1.2. 1.2. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഇല്ല. ഒന്നുമില്ല. പ്രൈസ് ആണ് വരുന്നത്? പ്രൈസ് നമുക്ക് 4.60. 4,60,000. 2014. ഓക്കെ. നെക്സ്റ്റ് വരുന്നത് ഏതാണ്? മറാസ ഏതാ മോഡൽ വരുന്നത്? 2020 മോഡൽ. 2020. ഓൺഷിപ്പ് സിംഗിൾ ഓൺഷിപ്പ്. കിലോമീറ്ററോ? കിലോമീറ്റർ 1.14. 1.14. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഇല്ല. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. പ്രൈസ് ആണ് വരുന്നത്? ഇത് 7.95 കൊടുക്കാം. 7.95. എത്ര ലോൺ കൊടുക്കും? ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം അല്ലേ? ഓക്കെ. കിഡ് വരുന്നുണ്ട്. കിഡ് ഏതാ മോഡല്? 2017. ക്ലൈംബർ ആണോ? കിഡ് ഏതാ മോഡൽ വരുന്നത്? 2017. ഓൺഷിപ്പ് സെക്കൻഡ്. കിലോമീറ്റർ 1.73,000. 73,000. റീപ്ലേസ്മെന്റ് എന്താണോ? ഇല്ല. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. പ്രൈസ് ആണ് വരുന്നത്? 2.70. 2,70,000. ഓക്കെ. സ്വിഫ്റ്റ് ഡീസൽ ZDI 2013. ഓൺഷിപ്പ് തേർഡ്. കിലോമീറ്റർ 1 ലക്ഷം. 1 ലക്ഷം. റീപ്ലേസ്മെന്റ് എന്താണോ? ഇല്ല. ബോണറ്റ് മാത്രം. ഉള്ളിൽ അപ്രോണ് കാര്യങ്ങൾ ഒന്നും ആയിട്ടില്ല. പ്രൈസ് ആണ് വരുന്നത്? പ്രൈസ് നമുക്ക് 3.60 3.65 അല്ലേ? ഓക്കെ. ഈ ഒരു ബലേറോ 2012 SLS. 2012 അല്ലേ? ഓൺഷിപ്പ് തേർഡ്. കിലോമീറ്ററോ? കിലോമീറ്റർ 1 ലക്ഷം. 1 ലക്ഷം. റീപ്ലേസ്മെന്റ് എന്താണോ? ഇല്ല. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് ഇത് നമുക്കൊരു 3.70 കൊടുക്കാം. 3,70,000. 2013 മോഡൽ. 2012 മോഡൽ. 3,70,000. വൈജിക്ക് നമ്മൾ കറക്റ്റ് സ്പോട്ട് എവിടെ വരുന്നത്? കരിപ്പൂർ കുമ്മണിപ്പറമ്പ്. നയറ പെട്രോൾ പമ്പിന്റെ ഓപ്പോസിറ്റ്. നയറ പെട്രോൾ പമ്പിന്റെ നേരെ ഓപ്പോസിറ്റ് കാർവണ്ണിലാണുള്ളത്. ഒരുപാട് ഓഫറുള്ള വണ്ടികൾ നമ്മൾ പുറത്ത് കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഉള്ളിലും വണ്ടികളുണ്ട്. അപ്പോൾ എന്തായാലും നമ്പറിലേക്ക് വിളിക്കുക അല്ലേ? അപ്പം കറക്റ്റ് നമ്മളെ കരിപ്പൂര് പോലീസ് സ്റ്റേഷൻ കഴിഞ്ഞിട്ട് നേരെ പെട്രോൾ പമ്പ് വരും. അതിന് നേരെ ഓപ്പോസിറ്റ്. എന്തായാലും ബജുക്കാരുടെ നമ്പർ അടിയിൽ കൊടുത്തിട്ടുണ്ട്. ബാങ്ക് വിളിച്ചോളി. ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ അവർ അയച്ചു തരുന്നതാണ്.